ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിന്റെ 28ാമത്തെ ദിവസമാണിന്ന്. 17/2022 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. സിവിൽ പോലീസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF ഞാൻ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആൻസർ കീ വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കീ ആയിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കണം. അതേപോലെ മാർക്കഡ് PDF വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. കാര്യം ആ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈനൽ ആൻസർ കീയും കൂടി ഗ്രൂപ്പിലേക്ക് ഇടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ ദ ബുക്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അതായത് അതോടെ പ്ലൂറൽ ഫോം ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് വേണം? ദ ബുക്സ്. ഓക്കെ, ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ബുക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ് വരേണ്ടത്? ബിലോങ്സ് എന്നാണ് വരേണ്ടത്. അല്ലെ, സോറി, ബിലോങ് ആണ് വരേണ്ടത് അല്ലെ. ദ ബുക്സ് എന്ന് പറയുന്നത് ഇവിടെ പ്ലൂറൽ ആണ്. അതിനാൽ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? വെർബിന്റെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള എന്ത് വേണം? ബിലോങ് ടു അവർ ടീച്ചർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ആർട്ടിക്കിൾസ് ആർ സ്യൂട്ടബിൾ ഇൻ ദ സെന്റൻസ്? ഹി ഓർഡേർഡ്. എന്തായിരിക്കും ഇവിടെ? കേക്ക് ഉണ്ട്, എക്ലെയർ ഉണ്ട്, പിന്നെ എന്താണ് കേക്ക് എന്ന് പറയുന്നത് എന്താ? നല്ലതായിരുന്നില്ല എന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കണം വരേണ്ടത്? ദ കേക്ക് ആയിരിക്കണം വരേണ്ടത്. ദ ലാസ്റ്റ് വരണം. പിന്നെ എന്താണ്? ഹി ഓർഡേർഡ് എ കേക്ക് ആൻഡ് എക്ലെയർ. ഇവിടെ എന്താണ്? വവൽസ് ആണല്ലേ. അപ്പൊ എന്ത് വരും? ആൻ എക്ലെയർ. ദ കേക്ക് വാസ് നോട്ട് ഗുഡ്. അതായത് കേക്കും ഓർഡർ ചെയ്തു, എക്ലെയറും ഓർഡർ ചെയ്തു. കേക്ക് എന്ന് പറയുന്നത് എന്താണ്? നല്ലതായിരുന്നില്ല എന്നുള്ളത്. ഹി ഓർഡേർഡ് എ കേക്ക് ആൻഡ് ആൻ എക്ലെയർ. ദ കേക്ക് വാസ് നോട്ട് ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. മൈ ബ്രദർ സെൽഡം സ്മൈൽസ് അറ്റ് ഹിസ് ക്ലാസ്മേറ്റ്. സെൽഡം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് ആണ് അല്ലെ. സെൽഡം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, കുറെ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ പഠിച്ചു. സെൽഡം, ഹാർഡ്ലി ഒക്കെ, റയർലി ഒക്കെ എന്താണ്? നെഗറ്റീവ് വേർഡ് ആണ്. ദ ബ്രദർ സെൽഡം സ്മൈൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കണം? ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ എന്ത് ചെയ്യാം? നമുക്ക് ഇതും അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. സെൽഡം സ്മൈൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരണം? ഡസ് ഹി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. With Reena reached her friend's home, she dashed TV. When Reena reached her friend's home, റീന എന്താണ്? അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും അവൾ എന്തായിരുന്നു? TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലേ നമ്മൾ പറയണത്. അപ്പൊ എന്ത് വേണം? പാസ്റ്റ് ടെൻസ് വേണം. അപ്പൊ എന്ത് വേണം? വാസ് വാച്ചിങ് TV. അവൾക്ക് എന്താണ്? TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റീന കൂട്ടുകാരുടെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ എന്ത് ചെയ്തിരുന്നു? TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിൽ ഇൻ ദ സെന്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ ആണല്ലേ ചേർക്കേണ്ടത്. അവിടെ എന്താണെന്ന് നോക്കിക്കേ. ഹി വാക്ക്ഡ് ഇൻ ടു ഹിസ് ഹൗസ് ആൻഡ് ഫൗണ്ട് കഴിയുമ്പോൾ എന്താണ് വരേണ്ടത്? ഫൗണ്ട് ടു ആണ്. ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ് ദാറ്റ് there was a water all over the floor. He walked into his house. അവളുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ and found to his എന്താണ് കണ്ടെത്തിയത്? സർപ്രൈസ് ദാറ്റ് there was a water all over the floor. താഴെ ഫ്ലോറിൽ ഫുൾ എന്തായിരുന്നു? വെള്ളമായിരുന്നു എന്നുള്ളത്. ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു 3-4 നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സിലായിട്ട് നമുക്ക് കുറേശ്ശെ പഠിച്ചു വെക്കാം. എന്താണ്? എഗ്രി വരുമ്പോഴേക്കും നമ്മൾ ചേർക്കേണ്ടത് ഫസ്റ്റ് വൺ ടു ആണ്. എങ്ങനെയാണ് ടു വരേണ്ടത്? എഗ്രി ടു എ പ്രപ്പോസൽ. ഒരു പ്രപ്പോസൽ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നെങ്കിൽ അവിടെ എന്തായിരിക്കണം? എഗ്രി ടു ആണ് വരേണ്ടത്. ഇനി എഗ്രി തന്നെ എന്താണ്? എഗ്രി വിത്ത് ആണ് വരേണ്ടെങ്കിൽ എന്താണ്? വിത്ത് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ തീരുമാനം അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ അവനോട് യോജിക്കുന്നു, ഞാൻ റീനയോട് യോജിക്കുന്നു, ഞാൻ ഹരിയോട് യോജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എഗ്രി വിത്ത് ആണ് വരേണ്ടത്. ഇനി എഗ്രി ഇൻ ഉണ്ട്. എഗ്രി ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ പ്രിൻസിപ്പിൾ, എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് തത്വങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്? പ്രിൻസിപ്പിൾ ഇൻ ആണ് വരേണ്ടത്. എല്ലാം എഗ്രി ആണ്. ഇനി എഗ്രി ഓൺ പ്രൈസ്, ഞാൻ ആ ഒരു വിലയോട് ഞാൻ യോജിക്കുന്നു, അല്ലെങ്കിൽ 10 രൂപ എന്നത് ഞാനോട് ഞാൻ യോജിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എഗ്രി ഓൺ ആണ്. അപ്പൊ പഠിച്ചു വെക്കുക. എഗ്രി ടു എ പ്രപ്പോസൽ, എഗ്രി വിത്ത് എ പേഴ്സൺ, ഇത് രണ്ടുമായിരിക്കും എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. എഗ്രി ഇൻ പ്രിൻസിപ്പൽ, എഗ്രി ഓൺ പ്രൈസ് ആണ്. ഇനി എഗ്രിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒന്നുകൂടി പഠിച്ചു വെച്ചോ. ആംഗ്രി, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ. ആംഗ്രി വിത്ത് എ പേഴ്സൺ. എഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി വിത്ത് എ പേഴ്സൺ. ഒരു വ്യക്തിയോടുള്ള ദേഷ്യമാണെങ്കിൽ നമ്മൾ ആംഗ്രി വിത്ത് പറയും. അതേപോലെ തന്നെ ആംഗ്രി അടുത്ത ഏതാണ്? അറ്റ്. ആംഗ്രി അറ്റ് വരും എപ്പോ? ആംഗ്രി അറ്റ് സംതിങ്, എന്തെങ്കിലും വസ്തുവിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനത്തിനോടൊക്കെയാണ് ആംഗ്രി അറ്റ് ആണ് പറയേണ്ടത്. ആംഗ്രി അറ്റ് സംതിങ്. ആംഗ്രി വിത്ത് എ പേഴ്സൺ ആണ്.
The young man was baffled by the questions of the policeman, which is an apt synonym. എന്താണ്? The young man was baffled by the questions of a policeman. പോലീസ്മാന്റെ ക്വസ്റ്റിനോട് യങ് മാൻ എന്തായിരുന്നു? കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് പറയേണ്ടത്? കൺഫ്യൂസ്ഡ്. പോലീസുകാരന്റെ ചോദ്യത്തോടെ എന്താണ്? അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി എന്നുള്ളതാണ്. ദ യങ് മാൻ വാസ് ബാഫിൾഡ്. അപ്പൊ ബാഫിൾഡിന്റെ എന്താണ്? കൺഫ്യൂസ്ഡ് ആണ് അവിടെ സിനോണിം ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. The car blew up after it fell down into the deep pit. അവന് കാർ എന്താണ്? ഒരു ആഴത്തിലുള്ള കുഴിയിലേക്ക് വീണപ്പോഴേക്കും ബ്ലൂ അപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പോൾ വരേണ്ടത്? എക്സ്പ്ലോഡഡ്, പൊട്ടിത്തെറിക്കുക. എന്താണ്? കാർ ആ കുഴിയിലേക്ക് വീണപ്പോൾ, ആഴത്തിലുള്ള കുഴിയിലേക്ക് വീണപ്പോൾ അത് എന്ത് സംഭവിച്ചു? പൊട്ടിത്തെറിച്ചു എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് വൈപ്പ് ഔട്ട്. എന്താണ് വൈപ്പ് ഔട്ട്? നമുക്കറിയാലേ, തുടച്ചു നീക്കുക. എന്താണ്? ഡിസ്ട്രോയ് ഓർ റിമൂവ് സംബഡി ഓർ സംതിങ്. എന്തെങ്കിലും കാര്യത്തെ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിൽ അങ്ങ് തുടച്ചു നീക്കുക എന്നുള്ള മീനിങ് ആണ്. Fill in the sentence with a correct word. I don't think the authorities will ever dash to the students' demand. എന്താണ്? access ഉണ്ട്, exceed ഉണ്ട്, excess ഉണ്ട്, exceed ഉണ്ട്. ഇവിടെ എന്താണ്? exceed ആണ് ട്ടോ. exceed എന്ന് പറയുമ്പോൾ എന്താണ്? exceed to a request ആണ് അല്ലെ? ഇവിടെ എന്താണ്? അവരുടെ റിക്വസ്റ്റ് അല്ലേ? സ്റ്റുഡൻസിന്റെ ഡിമാൻഡ് ആണ് പറയുന്നത്. ഇനി ആക്സസ് ആണെങ്കിൽ എന്താണ് വരേണ്ടത്? ആക്സസ് വരുമ്പോഴേക്കും അത് ടു എ പേഴ്സൺ ആണ്. ടു എ പേഴ്സൺ ആണെങ്കിൽ അവിടെ ആക്സസ് ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The government has given the district collector carte blanche. Carte blanche എന്ന് പറഞ്ഞാൽ എന്താണ്? For disaster management in the flood hit area. അവർക്ക് എന്താണ്? കളക്ടർക്ക് the government has given the district collector, ഗവൺമെന്റ് കളക്ടർക്ക് എന്ത് കൊടുത്തു? carte blanche for the disaster management in the flood hit area. വെള്ളപ്പൊക്കം നടന്ന സ്ഥലങ്ങളിൽ അവൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്. അതിനെയാണ് നമ്മൾ carte blanche എന്ന് പറയുന്നത്. എന്താണ്? കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്. എന്തും ചെയ്യാനുള്ള അധികാരം അവിടെ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. കളക്ടർക്ക് അവിടെ carte blanche പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇറ്റ് വാസ് എ വേസ്റ്റ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകോറിഗിബിൾ ആണ്. ഓക്കെ, ഇൻകോറിഗിബിൾ എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇൻകേപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മലയാളമാണ് വരുന്നത്. ഗുരു എന്നതിന്റെ എതിർലിംഗ ശബ്ദം. ഗുരു എന്നതിന്റെ എതിർലിംഗം എന്താണ്? ഗുരു ഏതാണ്? ഗുർവി. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലെ? ഗുരു എന്താണ്? ഗുർവിയാണ്. ഗുരു, ഗുർവി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ശ്രോതാവ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ശ്രോതി എന്ന് പറഞ്ഞു. ശ്രോതി അല്ല ട്ടാ, ശ്രോത്രി. അവിടെ ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. ശ്രോതാവ് ശ്രോത്രിയാണ്. ഇനി അടുത്ത എന്താണ് പറയാൻ പറ്റുന്നത്? രോഗിക്ക് എന്താണ് പറയുന്നത്? രോഗിയുടെ സ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ എന്താണ്? രോഗിണിയാണ്. രോഗിണിയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ മനസ്വിയുടെ എന്താണ്? മനസ്വി എന്ന് പറയുമ്പോൾ അതിന്റെ എതിർലിംഗം വരേണ്ടത് മനസ്വിനിയാണ്. ഓക്കെ, ചെയ്യാനുള്ള ആഗ്രഹം. എന്താണ് ചെയ്യാനുള്ള ആഗ്രഹത്തെ പറയുന്നത്? ചെയ്യാനുള്ള ആഗ്രഹം എന്താണ്? ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ എന്ന് പറയുന്നത്. ഇനി എന്താണ് പിപ്പാസ? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിപ്പാസ കുടിക്കാനുള്ള ആഗ്രഹമാണ്. കുടിക്കാനുള്ള ആഗ്രഹം. വിജിഗീഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയിക്കാനുള്ള ആഗ്രഹം അല്ലെ? എന്താണ് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം. ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹം, പിപ്പാസ കുടിക്കാനുള്ള ആഗ്രഹം, വിജിഗീഷ എന്താണ്? വിജയിക്കാനുള്ള ആഗ്രഹമാണ്. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം. താമരപ്പൂവ് ഏതാണ്? അത് സാരസമാണ്. സാരസം താമരപ്പൂവാണ്. എന്താണ് കൽഹാരം എന്ന് പറഞ്ഞാൽ അതിന് സൗഗന്ധികം അല്ലെങ്കിൽ ആമ്പൽ രണ്ടും വരും കേട്ടോ. സൗഗന്ധികം അല്ലെങ്കിൽ ആമ്പലാണ് കൽഹാരം എന്ന് പറയുന്നത്. കൈരവം എന്താണ്? കൈരവം എന്ന് പറയുന്നത് ആമ്പലാണ്. എന്താമ്പല്? വെള്ളാമ്പലിനെയാണ് കൈരവം എന്ന് പറയുന്നത്. വെള്ളാമ്പലാണ് കൈരവം. നീലാംബുജം എന്ന് പറഞ്ഞ അംബുജം താമരയാണ് അല്ലെ? അപ്പൊ എന്താണ്? നീലത്താമര. അതാണ് നീലാംബുജം എന്ന് പറയുന്നത്. കൽഹാരം സൗഗന്ധികം അഥവാ ആമ്പലാണ്. കൈരവമാണെങ്കിൽ അത് വെള്ളാമ്പലാണ്. നീലാംബുജമാണെങ്കിൽ അത് നീലത്താമരയാണ്. താമരപ്പൂവാണെന്നെങ്കിൽ എന്താണ്? സാരസമാണ്. ധനുഷ് പ്ലസ് പാണി എന്ന് പറയുമ്പോൾ എന്താണ്? ധനുഷ് പാണി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ധനുഷ് പാണി. ഓക്കെ, ഓപ്ഷൻ ബി. ധനുസ് പ്ലസ് പാണി ധനുഷ് പാണിയാണ്. നെക്സ്റ്റ് നോക്കാം. ഉദ്ധരണം പിരിച്ചെഴുതിയാൽ. ഇതാണ് ആൻസർ ആയിട്ട് തന്നിരുന്നത്.
ഉത് പ്ലസ് ഹരണം, പക്ഷെ ഇതും വരുന്നുണ്ട്, ചില സ്ഥലത്ത് നോക്കുമ്പോൾ ഇതും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ആൻസർ PSC ആൻസർ പ്രകാരം അത് ഉത് പ്ലസ് ഹരണമാണ് ഉദ്ഹരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണെങ്കിൽ ഉച്ഛിഷ്ടം എങ്ങനെയാണ്? ഉച്ഛിഷ്ടം എഴുതുന്നത് എങ്ങനെയാണ്? ഇതാണ് കേട്ടോ, ഈ ചായാണ് ഉച്ഛിഷ്ടം. എങ്ങനെയാണ് അതിനെ പിരിച്ചെഴുതേണ്ടത്? ഉത് പ്ലസ് ഇഷ്ടമാണ് ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. ഉത് പ്ലസ് ഇഷ്ടം. ഇനി ഉല്ലാസം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ഉല്ലാസം എങ്ങനെ വരും? ഉത് പ്ലസ് ലാസമാണ് ഉല്ലാസം. ഉത് പ്ലസ് ലാസം ഉല്ലാസമാണ്. ഉജ്ജ്വലം എങ്ങനെയാണ് എഴുതേണ്ടത്? ഉജ്ജ്വലം പിരിച്ചെഴുതുമ്പോൾ അതെങ്ങനെ വരും? ഉത് പ്ലസ് ജ്വലമാണ് ഉജ്ജ്വലം എന്ന് പറയുന്നത്. ഉത് പ്ലസ് ജ്വലം ഉജ്ജ്വലനമാണ്. ഉന്മീലനം എന്നതിന്റെ വിപരീത ശബ്ദം. ഉന്മീലനം നമ്മൾ കുറെ തവണ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിമീലനം. ഉന്മീലനം നിമീലനമാണ്. ഓപ്ഷൻ ഡി, ഉന്മീലനം നിമീലനം. സുഷുപ്തി എന്താണ് ഓപ്ഷൻ? സുഷുപ്തിയിലാണ്ട് കിടക്കുക എന്നൊക്കെ പറയത്തില്ല, എന്താണ് സുഷുപ്തി? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് ജാഗരണം. സുഷുപ്തി എന്താണ്? ജാഗരണമാണ്. ഓക്കെ, അനേകം എന്താണ് ഓപ്ഷൻ? അനേകം ഓപ്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് ഏകമാണ്. ഏകം. ഓക്കെ, ആസ്തി ഓപ്ഷൻ വിപരീതം എന്താണ്? ആസ്തി നാസ്തിയാണ്. നാസ്തി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ വാക്യം കണ്ടെത്തുക. അധ്യക്ഷൻ നിലവിളക്ക് തെളിയിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്, എന്താണ്? നിലവിളക്ക് കത്തിച്ചു, അങ്ങനെ മതി നമുക്ക്. അധ്യക്ഷൻ നിലവിളക്ക് കത്തിച്ചു. അപ്പൊ ഇത് തെറ്റാണ്. അനുഗ്രഹീതമായ അവസരമായിരുന്നു അത്. ഇത് ഈ ഗ്രാഹമാണോ വേണ്ടത്? ഇല്ല, അനുഗ്രഹീതം ഇതാണ്. അനുഗ്രഹീതമായ അവസരമായിരുന്നു അത്. അപ്പൊ ഇവിടെ അതും തെറ്റാണ്. തുമ്പ് കെട്ടിയിട്ട് നിന്റെ നീൾമുടി കാണാൻ എന്തൊരഴക്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇനി എന്താണ്? ഒരു പക്ഷേ പാട്ടുകാർ വന്നേക്കാം അല്ലെ? ഇവിടെ വന്നേക്കാം, അതൊരു ചാൻസ് ആണ് പറയുന്നത്. ഒരു പക്ഷേ, രണ്ടും എന്താണ്? ഒരു അല്ലെ ചാൻസ് പറയണം. അപ്പൊ എന്ത് മതി നമുക്ക്? ഒരു പക്ഷേ പാട്ടുകാർ വരും അല്ലെ, അത് മതി നമുക്ക്. അല്ലാണ്ട് ഒരു പക്ഷേ വന്നേക്കാം, രണ്ടും സെയിം മീനിങ് ആണ്. അപ്പൊ ഇതും എന്താണ്? ഇവിടെ തെറ്റാണ്. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ മീൻസ് അർത്ഥം എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. അഞ്ചാം പത്തി എന്ന് പറയുന്നത് എന്താണ്? അഞ്ചാം പത്തി ഏതായിരുന്നു? ചതിക്കാൻ സഹായിക്കുന്ന അല്ലെ? ഇവിടെ ഓപ്ഷൻ എ, ചതിക്കാൻ സഹായിക്കുന്നവനാണ് അഞ്ചാം പത്തി എന്ന് പറയുന്നത്. എന്താണ്? ചതിക്കാൻ സഹായിക്കുന്നവനെയാണ് അഞ്ചാം പത്തി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത്. അവന്റെ ശ്വാസത്തിനടിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവൻ വളരെ പതുക്കെയാണ് സംസാരിച്ചത്. അതിനെയാണ് ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? അവൻ പതുക്കെ പറഞ്ഞു എന്നുള്ളതാണ്. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും, ഈ പഴമൊഴിയുടെ അർത്ഥം എന്താണ്? രണ്ടും പോകില്ല. കാലത്ത് വന്ന മഴയായിക്കോട്ടെ, അന്തിക്ക് വന്ന വിരുന്നായിക്കോട്ടെ, രണ്ടും എന്താണ്? അവിചാരിതമായി എത്തിപ്പെടുക എന്നുള്ളതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. പക്ഷെ എന്താണ്? രണ്ടും പോകില്ല. ഓക്കെ, രണ്ടും പോവാത്ത കാര്യത്തെയാണ്. കാലത്ത് വന്ന മഴയാണെങ്കിൽ എന്താ? അത് പോകില്ല എന്ന് പറയും. അന്തിക്ക് വന്ന വിരുന്നുകാരൻ അല്ലെ, രാത്രിയാകുമ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ അവരെന്താണ്? പോകില്ല എന്നുള്ളത്. അപ്പൊ കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും എന്താണ്? പോകില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കിക്കേ. താഴെ പറയുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 17, 20, 25, 32 ഏതായിരിക്കും അടുത്ത സംഖ്യ വരേണ്ടത്? 17നോട് എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്? അല്ലെ, 3 കൂട്ടുമ്പോൾ നമുക്ക് 20 കിട്ടി. 17 + 3 ആണ് 20. 20നോട് നമ്മൾ 5 കൂട്ടുമ്പോൾ 25 കിട്ടി. 25നോട് നമ്മൾ 7 കൂട്ടിയപ്പോൾ 32 കിട്ടി. സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വരേണ്ടത് അതിനോട് 9 കൂട്ടണം അല്ലെ. 3, 5, 7, 9 കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 41. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. പ്ലസ് എന്നത് ഡിവിഷനെയും, പ്ലസ് ഡിവിഷനാണ്. ഓക്കെ, മൈനസ് എന്നത് ഇൻഡുവിനെയും, ഡിവിഷൻ എന്നത് പ്ലസിനെയും, ഇൻഡു എന്നത് മൈനസിനെയും സൂചിപ്പിക്കുകയാണെങ്കിൽ 48 + 12 ഡിവൈഡഡ് ബൈ 15 × 2 - 5 എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? 48 പ്ലസ് എന്നത് ഡിവിഷനെയാണ് സൂചിപ്പിക്കുന്നത്, ഡിവൈഡ് ബൈ 12 ഡിവിഷൻ എന്നത് പ്ലസിനെയാണ് സൂചിപ്പിക്കുന്നത്, +15 ഇൻഡു എന്നത് മൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്, -2 മൈനസ് എന്നുള്ളത് ഇൻഡുവിനെയാണ് സൂചിപ്പിക്കേണ്ടത്. ബോർഡ് മാർക്ക്
മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ എന്താണ് വരേണ്ടത്? ബോർഡ് മാസ് ഡിവിഷൻ ആദ്യം ചെയ്യണം. 48 ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4 + 15 മൈനസ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. 15 4 19. 19ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 9 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഗോപു അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. രണ്ടുപേരും ചേർന്ന് ചെയ്താൽ അതിന്റെ ഒന്നുകിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. എങ്ങനെയാണ്? എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ത് വരും? 20 × 30 ഡിവൈഡ് ബൈ 20 + 30 അതായത് 50 എന്ന് വരും. 0 0 കട്ടായി പോയി. ഇവിടെ ഇതും കൂടി കട്ടാവുമ്പോൾ എത്ര വരും? 4 തവണ അല്ലെ? 4 × 3 12 വരും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഏറ്റവും എളുപ്പം നമുക്ക് ഇവരുടെ എഫിഷ്യൻസി ചെയ്യുക. 20 30 LCM എത്രയാണ്? 60 ആണ് അല്ലെ? 20 30ലേക്ക് എത്താനായിട്ട് എന്ത് കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. 30 60ലേക്ക് എത്താനായിട്ട് എന്ത് കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അതായത് ആറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന 3ഉം ജിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ഉമാണ്. ജോലി എത്രയാണ്? ടോട്ടൽ ജോലി 60 ആണ്. രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ 3 + 2 5 ആണ്. 60 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 12 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? എന്നെങ്ങനെയാണ് നമ്മൾ സമയം കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് ഡിസ്റ്റൻസ്, ഇതെന്താണ് ടൈം, ഇത് സ്പീഡ്. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ സമയത്തെ വേഗത കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് എന്താണ് സമയമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇതിനങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞ് ഇവിടെ എന്താണ് d/s, ദൂരത്തെ വേഗത കൊണ്ട് ഹരിക്കണം. ഇനി നമുക്ക് എന്താണ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇതിനങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ d/t. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കണം, ആദ്യം എന്താണ് ഡിസ്റ്റൻസ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട സമയമാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം, അല്ലെങ്കിൽ 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളത്തെയും അതേപോലെ ഈ പറയുന്ന പാലത്തിന്റെ നീളവും തമ്മിൽ കൂട്ടണം. ഇതാണ് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദൂരം കിട്ടി. ഇനി എന്താണ് സ്പീഡ് തന്നിരിക്കുന്നത്? 54 km/h ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ദൂരം മീറ്ററിലാണ്. സോ നമുക്ക് ഈ പറയുന്ന 54നെ m/s മാറ്റണം. 54 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റി ആണല്ലോ, അതിനെ m/s എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 5/18 18/5 ഉണ്ടെന്നുള്ളത്. ഇതിൽ ഏതെന്നുള്ളതായിരിക്കും നമുക്ക് ഡൗട്ട്. അപ്പൊ എന്താണ്? വലിയ ക്വാണ്ടിറ്റിയായ കിലോമീറ്ററിനെ ചെറിയ ക്വാണ്ടിറ്റിയായ മീറ്ററിലോട്ട് മാറ്റാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 18 താഴെ വരും. 18 ഇവിടെ കട്ടായപ്പോ ഇവിടെ 3 തവണ 3 × 5 15 m/s ആണ് സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സമയമാണല്ലോ ടി എന്ന് പറയുന്നത് 600 ദൂരം ബൈ സമയം 15 ആണ്. ഇവിടെ എത്ര തവണയാണ്? 15 4 എത്രയാണ്? 60. സോ 40 സെക്കൻഡ് ആണ് ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ പാലം കടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധം എന്ന് പറയുന്നത് 7:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് 5x ആണെങ്കിൽ അതിനേക്കാൾ 8 കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെൺകുട്ടികളുടെ എണ്ണം കിട്ടും. ഇതല്ലേ ആ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ 8 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 7xനെ -5x ചെയ്താൽ മതി. 8 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 2x എന്ന് വരും. അല്ലെ? അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 8/2 ആണ് നമ്മുടെ x എന്ന് പറയുന്നത്. അതായത് 4 ആണ് x എന്ന് പറയുന്നത്. എക്സിന്റെ വാല്യൂ 4 കിട്ടിക്കഴിഞ്ഞാൽ ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 7 × 4. ഇത് 7xും ഇത് 5xും ആണ് അല്ലെ? ഇവിടെ എത്രയാണ്? 5 × 4. ഇവിടെ എത്രയാ? 7 4 28. ബോയ്സിന്റെ എണ്ണം 20 ആണ്. കണ്ടോ? ബോയ്സിന്റെ എണ്ണം ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തെക്കാൾ 8 കൂടുതലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണമാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യും? ആൺകുട്ടികളുടെ എണ്ണം ചോദിക്കും, പെൺകുട്ടികളുടെ എണ്ണം ചോദിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ചോദിക്കും. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ലോജിക് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്നു. തെക്കും വടക്കും ഒക്കെ വരുവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വരച്ചു വെക്കണം. ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നമുക്കറിയാവുന്ന എന്താ? ബഷീർ 30 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പൊ ബഷീർ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കും. 30 മീറ്റർ തെക്കോട്ട് നടന്നു. ഓക്കെ, ഇനി അദ്ദേഹം എന്താണ്? ഇനി ഇടത്തോട്ട്, ഇതാണ് വലത്, ഇത് ഇടതാണ്. ഇടത്തോട്ട് 15 മീറ്റർ നടന്നു. ഓക്കെ, ഇനി എന്താണ്? വലത്തോട്ട്, വലതെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ വലത്ത് വശം. വലത്തോട്ട് എത്രയാണ്? 20 മീറ്റർ നടന്നു. എഗെയിൻ വലത്തോട്ട്, വീണ്ടും വലത്തോട്ട് 15 മീറ്റർ. അപ്പൊ ഇനിയും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് നടക്കേണ്ടത്. 15 മീറ്റർ ഇങ്ങോട്ടേക്ക് നടന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ തുടങ്ങിയത്, ഇതാണ് നമ്മുടെ ഇപ്പൊ എൻഡ് പോയിന്റ്. അപ്പൊ എന്താണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ 20 തന്നെയല്ലേ? ഇതും 15, ഇതും 15 ആണ്. അപ്പൊ ഇതിവിടെ സെയിം ആണ്. അപ്പൊ ഇവിടെ 20 ആണെങ്കിൽ ഇതും 20 ആണ്. അപ്പൊ ഇത് 20. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 30, 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 50 മീറ്റർ ദൂരെയാണ് അയാൾ ഇപ്പോ നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പവർ വൈ ഈക്വൽ ടു വൈ പവർ എക്സ് കൂടാതെ എക്സ് ഈക്വൽ ടു 2y എങ്കിൽ y എത്ര? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈക്വൽ ടു 2y. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 2y കൊടുക്കാം. 2y ദി ഹോൾ പവർ y അല്ലെ? എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് എന്നല്ലേ തന്നിരിക്കുന്ന, വിച്ച് ഈസ് ഈക്വൽ ടു വൈ പവർ എക്സിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 2y കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ a ഇൻറ്റു ബി ദി ഹോൾ പവർ m എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? a പവർ m ഉം b പവർ m ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഇനി അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 റേസ് ടു y എന്ന് കൊടുക്കാം. ഇവിടെ y പവർ y എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു y പവർ 2y എന്ന് വരും. ഇനി 2 പവർ y എന്ന് പറയുന്നത് ഇവിടെ ഡിവിഷൻ ആയതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, നേരെ ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആകും. y പവർ y എന്നാകും. അതായത് 2 പവർ y എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? y പവർ എന്താകണം? ഇവിടെ a പവർ m ഡിവൈഡ് ബൈ b പവർ m എന്ന് പറയുമ്പോൾ നമുക്ക് a പവർ m ഡിവൈഡ് ബൈ a പവർ n എന്ന് പറയുന്നത് a പവർ m മൈനസ് n ആണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇവിടെ 2y ഉണ്ട്, മൈനസ് y വരും. സോ 2 പവർ y ഈക്വൽ ടു y പവർ 2y നിന്ന് ഒരു y കുറച്ചാൽ y ഉണ്ട് അല്ലെ? ഇവിടെ നോക്കിക്കേ, പവർ സെയിം ആണ് എങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ബേസും സെയിം ആകണം. അതായത് y എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിലയ്ക്ക് 2646 ആകും? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ ഡെയിലി ബൂസിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2025 24 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? 2400 രൂപയാണ്. ഇവിടെ നമുക്ക് എന്താണ് ഏറ്റവും നമുക്ക് ആ ട്രയാങ്കിൾ മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 വർഷം കൊണ്ട് നമുക്ക് നോക്കാം. 1 to 1 അല്ലെ? എന്ത് നോക്കണം? 2400 രൂപയ്ക്ക് 5% കൂട്ടുപലിശ. എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ 5% ഇവിടെ കണ്ടുപിടിച്ച് വെക്കുക. 2400ന്റെ 10% എന്ന് പറയുമ്പോൾ 240 ആണ്. അതിന്റെ 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 120 വരും. 120ന്റെ 5% കണ്ടുപിടിക്കുക. 120ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അപ്പൊ 5% എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലെ? ഇവിടെ 6 വരും. ഇനി എഴുതിക്കേണ്ട എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 2400 240 അടുത്ത എത്രയാണ്? 6 അല്ലെ? 1 ഇവിടെ 1 × 2 അല്ല 120 × 2 ചെയ്യണം. ഇവിടെ 1 × 6 ചെയ്യണം. ഇവിടെ 1 × 2400 ചെയ്യണം. എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ കിട്ടുന്നത് 2646 രൂപയാണ്. അതായത് 2 വർഷമാണ്. ഇനിയിപ്പോ നമ്മൾ 2 നോക്കി കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 നോക്കണം അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ ട്രയാങ്കിൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? തമ്മിൽ കൂട്ടി ഇവിടെ എഴുതുക. തമ്മിൽ കൂട്ടി ഇവിടെ എഴുതുക. 4 ആണെങ്കിൽ എന്ത് വരും? 1 4 തമ്മിൽ കൂട്ടി 3 3 6. ഇവിടെ എത്രയാ? 1 3 4. ലാസ്റ്റ് 1 എടുത്ത് എഴുതുക. 4 വർഷം. സെയിം പ്രോസസ് അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. എത്ര ശതമാനമാണെങ്കിലും ആദ്യം എമൗണ്ട് എടുത്ത് എഴുതുക, അതിന്റെ 5% കണ്ടുപിടിക്കുക, അതിന്റെ 5% കണ്ടുപിടിക്കുക, അതിന്റെ 5% കണ്ടുപിടിക്കുക. എത്രയാണെങ്കിലും എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എത്രയാണ്? 2646 എന്ന് പറയുന്നത് 2 വർഷം കൊണ്ടാണ് ആ എമൗണ്ടിലേക്ക് എത്തുന്നത്. 1 - 1/2 പ്ലസ് 1/2 സ്ക്വയർ മൈനസ് 1/2 ക്യൂബ്. ഈ തന്നിരിക്കുന്നത് ഒരു GP ആണ്, AP അല്ല. അതായത് സമാന്തര ശ്രേണിയല്ല. ഇത് എന്താണ്? ഒരു സമഗുണിത ശ്രേണിയാണ്. അതായത് ഇവിടെ A എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 6 കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/2 ആണ്. ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കോമൺ റേഷ്യോ കിട്ടാൻ. നമ്മൾ സമാന്തര ശ്രേണിയാണെങ്കിൽ എന്ത് ചെയ്യും? 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറച്ച് നോക്കും. ഇവിടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കണം. 6 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് സമ്മാണ് അല്ലെ? പ്ലസ് ചെയ്താ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഇക്വേഷൻ ഉണ്ട്.
തുക സമാന്തര ശ്രേണിയുടെ ഇൻഫിനിറ്റി സീരീസ് ആണെങ്കിൽ, അതായത് എസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a/1 - r ആണ് തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ a എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് r എന്ന് പറയുന്നത് -1/2 ആണ്. അതായത് 1/1 + 1/2 എന്ന് വരും. അങ്ങനെ ആൻസർ എങ്ങനെ വരും? 1 ഇവിടെ ക്രോസ് ചെയ്യുമ്പോഴേക്കും 1 × 2 2, 2 + 1 3/2 എന്ന് വരും. 1/3/2 എന്ന് പറയുമ്പോൾ തിരിച്ചിട്ടാൽ മതി. ഇപ്പൊ 2/3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് ഇക്വേഷൻ ആണ് കേട്ടോ. ഇൻഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ സം എന്ന് പറയുന്നത് എന്താണ്? a/1 - r ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാസത്തെ 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പൊ നമുക്കറിയാവുന്ന എന്താണ്? 7 തിങ്കളാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഏത് ദിവസമാണ് ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ളത്? അപ്പൊ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ മാസത്തിലും 5 തവണ വരാൻ ചാൻസ് ഉള്ളത് 29-ലും 30-ലും 31-ലും വരുന്ന ദിവസങ്ങളായിരിക്കും 5 തവണ വരാനുള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് വേണേൽ കലണ്ടർ എടുത്ത് നോക്കിക്കോ. വേറെ ഒന്നിനും നമ്മൾ 5 തവണ റിപ്പീറ്റ് ചെയ്യില്ല. 29-ാം തീയതി വരുന്നത്, 30-ാം തീയതി വരുന്നത്, 31-ന് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് 7 ആണെങ്കിൽ നമുക്കിവിടെ നേരെ താഴത്ത് എത്രയായിരിക്കും? 7ന്റെ ടേബിൾ ഇത് 14 ആയിരിക്കും. 14 കഴിയുമ്പോൾ എത്രയാണ്? ഇത് 21 ആയിരിക്കും. ഇവിടെ 28 ആയിരിക്കും. ഇതെല്ലാം തിങ്കളാഴ്ചയാണ് അല്ലെ? 29 എന്ന് പറയുന്ന അപ്പൊ എന്തായിരിക്കും? ചൊവ്വയായിരിക്കും. 30 എന്ന് പറയുന്നത് എന്താണ്? ബുധനായിരിക്കും. അടുത്തത് വ്യാഴം എന്ന് പറയുന്നത് 31 ആണ്. ഇവിടെ നമുക്ക് ചൊവ്വ തന്നിട്ടില്ല, ബുധൻ തന്നിട്ടില്ല, പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? വ്യാഴം. അപ്പോൾ ആ മാസത്തിൽ 5 തവണ വരാൻ സാധ്യതയുള്ളത് ഇവിടെ വ്യാഴം മാത്രമായിരിക്കും. ചൊവ്വ ഉണ്ടെങ്കിൽ ചൊവ്വയായിരുന്നിരിക്കും, ബുധൻ ഉണ്ടെങ്കിൽ ബുധനായിരിക്കും 5 തവണ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ബൂസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കമന്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് കമന്റ് സെക്ഷൻ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? അതും കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളും അത് കമന്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിക്കുക. അപ്പൊ നമ്മുടെ SCRTയും ഡെയിലി ബൂസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്